എട്ടുകാലിയുണ്ട്, സൂക്ഷിക്കുക. സാധാരണ പെൺകുട്ടികൾക്ക് പാറ്റയെയാണ് പേടി. ഇതെന്നപ്പാ എട്ടുകാലി? കൂട്ടുകാരുടെ പരിഹാസം കെട്ടിച്ചു വിടാറായി. ഇപ്പോഴും എട്ടുകാലിയെ കണ്ട പേടി. കല്യാണം നോക്കുമ്പോൾ പറയണം, ഒന്നുകിൽ എട്ടുകാലി ഇല്ലാത്ത വീട്, അല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലാൻ എന്തേലും കോഴ്സുണ്ടേൽ അത് പാസ്സായവൻ. വീട്ടുകാരുടെ കളിയാക്കലുകൾ. അമ്മയ്ക്ക് പിന്നെ എട്ടുകാലിയെ തല്ലിക്കൊന്ന് ശീലായോണ്ട് കുഴപ്പമില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തല്ലുകൊള്ളി ചെക്കൻ ചോറ്റുപാത്രത്തിൽക്ക് ഒരു എട്ടുകാലിയെ പിടിച്ചിട്ടു. അത് കയ്യുമ്മേ കയറി. അന്ന് തൊട്ട് തുടങ്ങിയതാ അവളുടെ പേടി. വീട്ടിൽ എവിടെ പോയി ഒളിച്ചാലും ഒരു രക്ഷയുമില്ല. തേടി പിടിച്ച് കണ്ടുപിടിക്കും. അതിനെ വെറുതെ വിട്ടാലൊന്നും പോരാട്ടോ. തല്ലിക്കൊന്ന ഡെഡ് ബോഡി കണ്ടാലേ തൃപ്തിയാവൂ. അവസാനം അവൾക്ക് ഒരു ചെക്കനെ കണ്ടെത്തി. മിലിട്ടറി ആയോണ്ട് പേടിയുണ്ടാവില്ലല്ലോ. യുദ്ധത്തിൽ പോയി മനുഷ്യരെ കൊല്ലുന്ന ആളല്ലേ. എട്ടുകാലിയൊക്കെ നിസ്സാരമാവൂലോ. സമാധാനം. ആദ്യ രാത്രി എന്തോ ശബ്ദം കേട്ട് അവൾ എണീറ്റു. നോക്കിയപ്പോ ചെക്കനതാ അലമാരിയുടെ മുകളില്. എന്തു പറ്റിയേട്ടാ? കുഞ്ഞൂസേ, ഒരു എട്ടുകാലി. അവളുടെ കിളി പോയ പോക്കേ. പോയ കിളി പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാ അറിഞ്ഞേ. തല്ലിക്കൊല്ലിച്ച 100 കണക്കിന് എട്ടുകാലികളുടെ ശാപമാവും. ഇനിയിപ്പോ രണ്ടാൾക്കും ഒന്നിച്ച് പേടിക്കാലോ.